അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച അഡ്വക്കേറ്റ് വാദിച്ച കാര്യം അവിടെ വെറും ചെമ്പുപാളിയാണ് നൽകിയത്, സ്വർണം പൂശിയ ചെമ്പുപാളിയല്ല, വെറും ചെമ്പുപാളിയാണ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹം കോടതിയിലും പുറത്തും പറഞ്ഞിരുന്നത്. അപ്പോ പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെ ദേവസ്വത്തിന്റെ പ്ലീഡറായി നിയമിക്കുകയാണ്. ഇതില് സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? അതിലെ വലിയ സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. മന്ത്രിസഭയുടെ റെഗുലർ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ OA ആയിട്ട് വന്നതാണോ? അതൊരു പ്രശ്നമാണ്. ഇവിടെ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയാണ് ഉണ്ടാകുക. അങ്ങനെയാണ് മന്ത്രിസഭ ചർച്ച ചെയ്യുക. ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം, ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? ഇപ്പോ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിന്റെ പ്ലീഡറായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കേസിന്റെ ദേവസ്വം വകുപ്പിന്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത് കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ വ്യക്തത ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാനുള്ള കാര്യങ്ങൾ. കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അദാനിയുമായി ബന്ധപ്പെട്ട ആളെയും കണ്ടത് സതീശൻ കഴിഞ്ഞിപ്പം ആ യാത്രയെ കുറിച്ച് ചാർട്ടർ വിമാനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ അറിയേണ്ട കാര്യമാണെന്ന് പറഞ്ഞത്. ആ യാത്രയിൽ ഇപ്പം ഈ പറയുന്ന RSSുമായി ബന്ധം, അവരുടെ അജണ്ട നടപ്പാക്കുന്നു, PMC പദ്ധതി നടപ്പാക്കുന്നു, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നു? ഇതില് അല്പം ദുരൂഹത അതിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം,
ഈ പറയുന്ന ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ പോകാനിടയായത്? അദ്ദേഹം എങ്ങനെയൊരു ഇടനിലക്കാരനായിട്ട് മാറുന്നു? അത് ഇതേവരെ വ്യക്തത വരുത്തിയ കാര്യമല്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ അതെന്താണ്, എന്തിനായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ കുടുംബ വീട്ടിൽ പോയതാണ് എന്നൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. ഏതായാലും അദ്ദേഹം അത് വ്യക്തത വരുത്താത്തോളം കാലം ഈ പറയുന്ന ദുരൂഹത നിലനിൽക്കും. അതുതന്നെയാണ് വസ്തുത. അല്ല, അറ്റകുറ്റപ്പണി നടത്താൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ട ആവശ്യമൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ എല്ലാ കെട്ടിടങ്ങൾക്കും ഉണ്ട്. അതിനിടയാക്കിയിട്ടുള്ളത് നമ്മളൊരു പൊതുരീതികളാണ്. അതിൽ നിങ്ങൾക്കും നല്ല ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ഈ അവിടെ താമസിക്കുന്ന ഒരു മന്ത്രിയുടെ എന്തോ വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്ന മട്ടിലാണ് അതിനെ എടുക്കാറ്. ആരും അപ്പോൾ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാവില്ല. ഇപ്പൊ ഈ തുടക്കത്തില് അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുന്നതായിരിക്കും. അതിൽ കുറ്റം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. MLA-മാര് കൂടി അവിടെ പങ്കെടുക്കാറുണ്ട്. ആ അനുഭവത്തിലാണല്ലോ അവർ പോകുന്നത്. ആ കഴിഞ്ഞ കാലത്ത് കോഴിക്കോടാണല്ലോ നിർഭാഗ്യവശാൽ 2 തവണ ഇത് ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ അവരെല്ലാരും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ഇതിന്റെ ഭാഗമായിട്ട് സംരക്ഷണത്തിൽ കഴിയേണ്ട ആളുകളുണ്ടല്ലോ, അവരെ ബന്ധപ്പെടുന്ന പണി ഇവരെല്ലാരും എടുക്കുകയായിരുന്നു. അവരെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, നല്ല കരുത്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതായിരുന്നു നേരത്തെ. ആരാണ് നടത്തിയതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണെന്ന് നടത്തിയെന്ന് ആദ്യം ദേവസ്വം മന്ത്രി പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് ഫീൽഡർ മാറ്റുന്നു. ആരാണ് നടത്തിയതൊരു ആള് വേണ്ടത്? ഇതില് വന്നിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ വരുന്നത്. കാരണം ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയില്ല എന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ ആലോചനകൾ ചിലപ്പോൾ നടക്കാറുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് അവരുടെ പാർട്ടിയും പറഞ്ഞതായിട്ടാണ് കേട്ടത്. അപ്പോൾ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ വരുന്നത്. അവിടെയാണ് ഇദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് എല്ലാം കൂട്ടിക്കെട്ടി വരുന്നത്. എന്താണ് അങ്ങനെയൊരു ധൃതി അക്കാര്യത്തിൽ ഉണ്ടാകാൻ ഇടയായത്? അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ്. അന്വേഷണം ഈ ഞാൻ പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കടലാസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അത് കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കണം. അതിന് പറ്റുന്ന ഏജൻസി ആയിരിക്കണം നിശ്ചയിക്കുന്നത്. അത് സർക്കാർ തന്നെ ആ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.